അപ്പോഴേ ഇന്നൊരു 3.5 കിലോ വരാൻ പാകത്തിനുള്ളൊരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെയും ചോക്ലേറ്റ് കേക്ക് ക്രീം ചെയ്യുന്നതിൻ്റെയും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ കാണും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച്, നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞതിൻ്റെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്ന് ഞാനത് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മുട്ടയാണ് കുത്തി ഒഴിച്ചത്. അങ്ങനെ 14 മുട്ട ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1 കിലോയ്ക്ക് 4 മുട്ട എന്നുള്ള രീതിയിലും 3.5 അല്ലേ, അപ്പോൾ അരയ്ക്ക് 2 മുട്ട ആ ഒരു അളവ്. പിന്നെ 1 കപ്പിൻ്റെ അളവിൽ 3.5 കപ്പ് പൗഡർ ഷുഗറും കൂടി ആട്ട വേണ്ടപ്പോൾ ഇതേ കപ്പിൽ അളന്ന് ഞാൻ പൊടിച്ചിടുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യം എടുത്തത് 1 കപ്പും രണ്ടാമത് ഞാൻ കാണിച്ചത് 1/2 കപ്പുമാണ് അരയുടെ. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ അന്ന് നിങ്ങൾക്ക് 1 കിലോ ആവശ്യമുള്ളെങ്കിൽ 1 കിലോ എടുക്കാം കേട്ടോ. ഇത് എനിക്കിങ്ങനെ ബൾക്കായിട്ട് ഓർഡർ വന്നുകൊണ്ട്, ബൾക്കെന്നല്ല, ഒരു 3 കേക്കിന് ഓർഡർ ഉള്ളതുകൊണ്ട് 3.5 കിലോ വരാൻ മാത്രം കേക്കിന് ഓർഡർ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്ത് കേട്ടോ. അപ്പം മൊത്തം പഞ്ചസാര പൗഡറായിട്ട് പൊടിച്ച് ഇട്ടു കേട്ടോ. പിന്നെ അതെ 3.5 അടപ്പ് നമ്മുടെ വാനില എസൻസാണ്. ആ ബോട്ടിലിൻ്റെ അടപ്പിൽ തന്നെയാണ് ഞാൻ അളക്കുന്നത്. 3.5 അടപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും കൂടി ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. ആമിയോണാട്ടോ എൻ്റെ സ്റ്റാൻഡ് മിക്സർ വരുന്നത്. 8 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഞാനിതിപ്പോൾ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമാവും കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അളവ് നോക്കിക്കേ, 2 കിലോൻ്റെ അതായത് 12 മോൾഡും 8 2 റൗണ്ട് മോൾഡും കൂടി ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പിൻ്റെ കപ്പിൽ ഒരു 1/4 ഭാഗം കൊക്കോ പൗഡർ ആഡ് ചെയ്തു. ബാക്കി നമ്മൾ മൈദയും കൂടെ ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യം അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 3.5 കിലോ അല്ലേ വേണ്ടത്, അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഇത് ലാസ്റ്റ് 3ാമത്തെ കപ്പും കൂടെ നമ്മൾ അളന്നെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ദേ 3ാമത്തെ കപ്പാട്ടോ ഇടുന്നത്, 3ാമത്തെ കപ്പ് ഇട്ടുള്ളൂ. പിന്നെ ദേ നമ്മുടെ ഹാഫ് 1/2 അരയല്ലേ, 3.5 അല്ലേ, അപ്പോൾ അരയുടെ അതിലും കറക്റ്റായിട്ട് അളന്നിടുക കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ആട്ടോ. അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ദേ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡർ. അപ്പോൾ 1 ടീസ്പൂൺ, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3 1/2 സ്പൂണിൽ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ ബേക്കിംഗ് പൗഡർ നമ്മൾ 1 ടീസ്പൂൺ വെച്ച് 3 1 ടീസ്പൂണും 1/2 1/2 സ്പൂണും കൂടി ആഡ് ചെയ്തു കേട്ടോ. ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. 1 ടീസ്പൂണിൽ 3 പ്രാവശ്യം ബേക്കിംഗ് പൗഡർ എടുത്തു. പിന്നെ 1/2 ഒരു സ്പൂണിൽ 1 പ്രാവശ്യം എടുത്തു. അരയ്ക്ക് 1/2 ബേക്കിംഗ് പൗഡർ കേട്ടോ. ഇനി ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1 കിലോയ്ക്ക് 1/2 ആണ് ബേക്കിംഗ് സോഡ വേണ്ടത്. അപ്പോൾ 3 പ്രാവശ്യം 1/2 നിറച്ചെടുത്തു. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ 1/2 കിലോയ്ക്ക് വേണ്ടത് 1/4. അപ്പോൾ ഞാൻ അതും കൂടെ അളന്നിടുന്നുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ആഡ് ചെയ്തു, 3 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ വിസ്ക് വെച്ച് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഞാൻ ഒറ്റ തവണയായിട്ട് ഞാൻ അരിക്കാറുള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ മിക്സിംഗ് ബോളിലിട്ട് തന്നെയാണ് അരിച്ചെടുക്കുന്നത്. കണ്ടോ, നന്നായിട്ടിങ്ങനെ അരിച്ചരിച്ചിങ്ങനെ റൗണ്ട് ചെയ്താണ്. പിന്നെ നമ്മുടെ ആ വിസ്ക് ഉപയോഗിച്ച് ഞാൻ ഒന്നും കൂടെ ആ ബോളിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിക്സിങ് ഞാൻ ചെയ്യാറുള്ളൂ, 3 പ്രാവശ്യമൊന്നും അരിപ്പയിലിട്ട് അരിക്കാറില്ല കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും കൂടെ മിക്സ് ചെയ്ത നമ്മുടെ ബീറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡ് മിക്സർ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ ഞാൻ സ്പഞ്ച് അടിച്ച് തീരാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബ്ലേഡ് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബ്ലേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇടാത്തതിന് ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഹാൻഡ് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടാട്ടോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതേ നമ്മൾ
അടുത്ത മിക്സിംഗ് ബോളല്ല മിക്സിംഗ് ബ്ലേഡ് ആഡ് ചെയ്തു കേട്ടോ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ഏറ്റവും ലോയിലിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ലെവൽ 1-ലിട്ടിട്ട്. അപ്പോൾ ഇത് കുറേശ്ശെ പയ്യെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മിൽക്ക്, അതായത് വാം മിൽക്കാണ്, അതും കൂടെ കുറേശ്ശെ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ കേക്കിൽ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ആട്ടോ ഒന്നും ആഡ് ചെയ്യാറില്ല അഡീഷണലായിട്ട്. ആകെ നമ്മുടെ മൈദയും പഞ്ചസാരയും മുട്ടയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ വാനില എസൻസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ ഞാൻ നമ്മുടെ സ്പഞ്ച് റെഡിയാക്കി എടുക്കാറ്. പിന്നെ ദേ ഒരേ ഡയറക്ഷനിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി എന്തെങ്കിലും കട്ടിയോ തരിയോ മിക്സ് ആവാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ടിന്നുകളിലോട്ട് ആക്കോട്ടെ. നമ്മൾ 3.5 കിലോൻ്റെ ബാറ്ററാണ് എടുത്തെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു 4 കിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൈസിൽ നമുക്ക് സ്പഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതെ 1 കിലോ ചെയ്യാനുള്ള കേക്കിലോട്ട് കേക്കിൻ്റെ ബാറ്റർ നമ്മൾ 8-8ൻ്റെ 2 ടിന്നിലായിട്ട് അങ്ങനെ 2 കിലോ ഒഴിച്ചു. ബാക്കി 3.5 കിലോയിൽ അപ്പോൾ 1.5 കിലോൻ്റെ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതും നമുക്ക് പൊങ്ങി വരുമ്പോൾ 2 kgയുടെ കേക്കാട്ടോ അത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും കൂടെ അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. 12-12ൻ്റെ മോൾഡാട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ബബിൾസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ടാട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒറ്റ ഓവനിലോട്ട് രണ്ടും കൂടെ കയറിപ്പോയില്ല. അപ്പോൾ നമുക്ക് 2 ഓവനുള്ളതുകൊണ്ട് നമ്മൾ 2 ഓവനായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഓവനിൽ 8-8ൻ്റെ 2 മോൾഡ് കയറും കേട്ടോ. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 40 മിനിറ്റും കൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പഞ്ച് വലുതായി കിട്ടും കേട്ടോ. 1.5 കിലോൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തെങ്കിൽ നമുക്കിതേ സൈസ് ഉണ്ടോ ടിന്ന് നിറഞ്ഞു വരും നമുക്ക്. അപ്പോൾ നമുക്ക് 2 കിലോൻ്റെ നല്ല സൈസിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആയപ്പോഴത്തേനും നമ്മുടെ സ്പഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുന്നതാണ് കാണുന്നത്. കണ്ടോ നല്ല ചൂടാണ്, കൈ പൊള്ളി ചെറുതായിട്ട്. അപ്പോൾ അതെ നമ്മുടെ സ്പഞ്ച് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നു. അതെ നമ്മുടെ 3 കേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ ഒരു ക്രാക്സ് ഒന്നും വീഴാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ക്രീം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 ബോട്ടിൽ അതായത് 2 ലിറ്റർ എടുത്ത് ബീറ്റ് ചെയ്യാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കവർ നമ്മൾ പൊട്ടിച്ചിടുവാണ്. നമ്മുടെ മിക്സിംഗ് ബോളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഞാൻ കുറച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. നന്നായിട്ട് വടിച്ചൊഴിക്കും കേട്ടോ. ഞാൻ വേസ്റ്റ് ആക്കേണ്ട ആവശ്യം എന്താ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്യാമറയുടെ 1 ലിറ്ററിൻ്റെ കൂടെ 1 ലിറ്റർ അല്ല 1 kg കൂടെ ആഡ് ചെയ്യാണ്. കണ്ടോ ഇത് ഇച്ചിരി ഫ്രീസറിലിരുന്നുകൊണ്ട് ഇച്ചിരി ടൈറ്റായിട്ടാണ് ഇരുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ബീറ്ററിൽ ആദ്യം ഒന്ന് കുറച്ച് നേരം ലോ സ്പീഡിൽ ഇട്ട് കറക്കി കഴിയുമ്പോഴത്തേനും റെഡിയാവും കേട്ടോ. ഇതും 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ക്രീമും റെഡിയായി വരും കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ വാനില ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ നമുക്ക് ലെയർ ചെയ്യേണ്ടത് എല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലെയർ ചെയ്ത് എടുക്കുവാണ്. ലെയർ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്നാലും ചെറുതായിട്ട് ഒരു നൈഫ് എടുത്തിട്ട് നമ്മൾ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളല്ലോ, അടിയിൽ മാത്രമാണ് ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തു. നമ്മുടെ സൈഡ് കണ്ടത് നോക്ക് എന്ത് സോഫ്റ്റാന്ന്, നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. ഇനി നമുക്ക് 3 ലെയറായിട്ടാണ് നമുക്ക് കേക്ക് വേണ്ടത്. അപ്പോൾ ലെയർ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഒരു ലെയർ കട്ട് ചെയ്ത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ലെയറും കൂടെ എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ആ 2 1 kg കേക്ക് ലെയർ ചെയ്തു കേട്ടോ. ഇനി അടുത്ത നമ്മുടെ സ്ക്വയർ കേക്ക്
സ്ക്വയർ കേക്ക് എനിക്ക് വലുത് ആദ്യമൊക്കെ കട്ട് ചെയ്യാൻ നല്ല പാടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ ചേച്ചി കട്ട് ചെയ്യണേന്ന്. പ്രാക്ടീസ് അത്രേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ബേക്കിംഗ് ഫീൽഡിലോട്ട് വന്നിട്ട് 5 വർഷമായിട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് ശീലമാവും കേട്ടോ. അപ്പോൾ അത് പയ്യെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. പയ്യെ റൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് പണി തീരും കേട്ടോ. പക്ഷേ സ്ക്വയർ അത്ര സ്പീഡിൽ 1 kg ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇച്ചിരി നമ്മുടെ 2 kg അല്ലേ. അപ്പോൾ ഇച്ചിരി സമയമെടുത്ത് പയ്യെ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ക്രംസൊക്കെ മാറ്റി നമുക്ക് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. വളരെ നീറ്റായിട്ടാട്ടോ നമ്മൾ ഹോം ബേക്കേഴ്സ് എല്ലാവരും കേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതേ നമ്മുടെ ക്രീം അത്യാവശ്യം നന്നായിട്ട് കണ്ടോ. നമ്മുടെ ക്രീമൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ക്യാമറയുടെ ക്രീമിന്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ക്യാമറയുടെ ക്രീമല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ നമുക്ക് ഫ്രോസ്റ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബൗളിലോട്ട് ഞാൻ കുറേശ്ശെ നമുക്ക് ആവശ്യമുള്ള അത്രയും കുറേശ്ശെ എടുക്കുവാണേ. നമുക്ക് 3 കേക്ക് 3 ഡിസൈനാണ്, അതുകൊണ്ട് ഉള്ളിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ ചോക്ലേറ്റ്. അപ്പോൾ അതേ ചോക്ലേറ്റ് ഗനാഷ് അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ചോക്ലേറ്റ് ക്രീം ഞാൻ ഉണ്ടാക്കാറ്. വേറെ കളറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല. ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആണ് ആഡ് ചെയ്യുന്നത്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് എൻ്റെ അകത്ത് കയറി വരാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്വയർ കേക്കിൻ്റെ അകത്ത് ആദ്യം നമ്മുടെ സ്പഞ്ച് വെച്ചു. പിന്നെ അത് നമ്മുടെ സ്ഥിരം ഷുഗർ സിറപ്പ്, ബൂസ്റ്റ് മിൽക്ക് അതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ക്രീമും കൂടെയും കൊടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഗനാഷും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റായിട്ട്. പിന്നെ നമ്മുടെ സ്ഥിരം സാധനം ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പോൾ അതെ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ അതെ നമ്മുടെ അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കുവാണ്, സെക്കൻഡ് ലെയർ. അതിൽ അതിൻ്റെ സ്പഞ്ചിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ക്രീമും കൂടെ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വലിയ തിക്നെസ്സിലൊന്നും അല്ല കേട്ടോ. ക്രീം ഇടുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നുമെങ്കിലും വലിയ തിക്നെസ്സിലല്ല കേട്ടോ നമ്മൾ ക്രീം ചെയ്യുന്നത്. ചെറുതായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഗനാഷ് കൊടുത്തു, നമ്മുടെ അതേപോലെ ബൂസ്റ്റും കാര്യങ്ങളും കൊടുത്ത് നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെയും കൂടെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ബൂസ്റ്റ് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ അതും കൊടുത്ത് നമ്മുടെ ഷുഗർ സിറപ്പും കൂടി എല്ലാ ഭാഗത്തോട്ടും കൊടുക്കണ്ട ഷുഗർ സിറപ്പ്. പിന്നെ ഷുഗർ സിറപ്പ് അധികം ആവാനും പാടില്ല കേട്ടോ. അധികം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പഞ്ച് സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാനൊക്കെ പാടില്ല. പിന്നെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു ഇതിലോട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ അതും കൊടുത്തു. നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ കേക്കും കൂടെ ഇതും സെയിം തന്നെയാണ്. ചോക്ലേറ്റ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അതും നമ്മൾ സ്പഞ്ച് ഒഴിച്ച് ക്രീം തേച്ച് ഗനാഷ് ഒഴിച്ച് അതും കൂടെ സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അത് സെറ്റ് ചെയ്ത് മാറ്റി കേട്ടോ, ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ചോട്ടെ. ഇനി നമുക്ക് മറ്റേ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നില്ല, നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റിൽ ഞാൻ എപ്പോഴും നോർമൽ ഷുഗർ സിറപ്പ്, എന്നിട്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്യും കേട്ടോ. അതാണ് ഒരു പിങ്ക് കളർ കാണുന്നത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റിലും അങ്ങനെ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. അപ്പോൾ നമ്മുടെ സ്പഞ്ചൊക്കെ വെച്ചു, ഷുഗർ സിറപ്പും കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ. പിന്നെ അതിലോട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സെക്കൻഡ് ലെയറും കൂടി കൊടുത്തിട്ട് ഷുഗർ സിറപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്രീം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ലെയറിൽ സെൻറ്ററിലെ ലെയറിൽ മാത്രം കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടി ആഡ് ചെയ്യുവാണേ. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ചോക്ലേറ്റ് വേണമല്ലോ, അപ്പോൾ നമ്മൾ ചോക്ലേറ്റും കൂടി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് ക്രം കോട്ടിങ് ചെയ്ത് ക്രീം ചെയ്ത് എടുക്കുവാണ്. പക്ഷേ
എല്ലാവരോട് ക്ഷമിക്കണം. ഡിസൈൻ ചെയ്യണ വീഡിയോ മാത്രം റെക്കോർഡായില്ലായിരുന്നു കേട്ടോ. അതപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മൂന്ന് വീഡിയോസായിട്ടിട്ടോ. അത് ഇങ്ങനെ സിംഗിൾ വീഡിയോ ആയിട്ടിട്ട് ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബായ്.